ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് പരിശുദ്ധ അമ്മയുടെയും യേശുനാഥൻ്റെയും അനുഗ്രഹം പ്രാപിച്ച എനിക്ക് ലഭിച്ച അനുഗ്രഹ സാക്ഷ്യങ്ങളെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ടാണ് ഞാനും എൻ്റെ മകനിവിടെ നിൽക്കുന്നത്. എൻ്റെ പേര് അമ്പിളി മോഹനൻ. ഞാൻ കോട്ടയം ജില്ലയിലെ പൊൻകുന്ന് എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഉടമ്പടി എടുത്ത 2024 ജൂലൈ മാസം 14-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. അതിനു മുൻപേ ഞാൻ ഒരു തവണ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിനെയും യേശുനാഥനെയും പ്രാർത്ഥിച്ചിട്ട് പോവുകയുണ്ടായിട്ടുണ്ട്. ഉടമ്പടി എടുത്ത് എൻ്റെ പരിചയത്തിലൊരു ആൻറ്റി പറഞ്ഞു, അമ്പിളി, എനിക്ക് ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ച് വളർന്ന ഒരാളാണ്. അപ്പോൾ ആൻറ്റി എന്നോട് പറഞ്ഞു, അമ്പിളി കൃപാസന ആലപ്പുഴ കൃപാസന എന്നൊരു പള്ളിയുണ്ട്, അമ്പിളി അവിടെ പോയി പ്രാർത്ഥിക്കുക, അമ്പിളിയുടെ കാര്യങ്ങളെല്ലാം മാതാവ് സാധിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ തന്നെയാണ് വന്നത്. അപ്പം ആദ്യമായി ഞാൻ ഇവിടെ നിന്ന ഓരോ ആൾക്കാരോട് എനിക്കറിയത്തില്ലായിരുന്നു എങ്ങനെയൊക്കെയാണെന്ന്. അപ്പം ഞാൻ ഓരോരുത്തരോടും ചോദിച്ച് ഞാൻ അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനായിട്ട് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് എനിക്ക് എഴുതാനാണെങ്കിൽ 6 നിയോഗങ്ങളുണ്ട്. പക്ഷേ എഴുതാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എഴുതാണ്ട്. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ 6 നിയോഗങ്ങൾ എഴുതി. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ മകൻ്റെ ജോലിയായിരുന്നു. അവന് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ പഠിച്ച് പാസ്സായി ഇരുന്നിട്ടും ഒരു ജോലിക്ക് പല സ്ഥലങ്ങളിലും കയറി ഇറങ്ങി, രാജസ്ഥാൻ, അങ്ങനെ ഗുജറാത്ത്, അങ്ങനെ പല സ്ഥലങ്ങളിൽ. അപ്പം അവിടെ സാലറി എല്ലാം കുറവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു വാടകയ്ക്ക്, ഞങ്ങൾ 10 വർഷമായിട്ട് വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുക്കണം. പിന്നെ ഇവിടെ ഇവൻ്റെ മൂത്തൊരു ഒരു മോളുണ്ട് എനിക്ക്. അപ്പോൾ അവിടെ കല്യാണം നടത്തണം. അപ്പോൾ ഇവനൊരു എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിയാണ്, ആശാരിപ്പണിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പം ഇവൻ്റെ ഒരു ജോലി കഴിഞ്ഞ് വേണം ഞങ്ങളുടെ കുടുംബങ്ങൾ എനിക്കൊരു വീട് വേണം, മോടെ കാര്യങ്ങൾ നടത്തണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഇവന് ഇൻ്റർവ്യൂവിന് ഒന്നും പോകുന്നൊന്നും ശരിയാകുന്നില്ല. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എന്നോട് പറഞ്ഞു, മോനെ, നമ്മുടെ കാര്യങ്ങളെല്ലാം അമ്മ സാധിച്ചു തരും. അപ്പം ഞാനിവൻ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് എനിക്ക് നേർച്ച വസ്തു കിട്ടിയ കാശ് രൂപം, ഉപ്പ്, ഉടമ്പടി ഉപ്പ്, ഇതവൻ്റെ ഞാൻ കൊടുത്തു വിടും. അപ്പോൾ നമുക്ക് അപ്പം ആ കാര്യങ്ങളെല്ലാം ഇവൻ പറയും. അപ്പോൾ ഞാനങ്ങനെ നമുക്ക് ഏജൻറ്റ് മുഖേന പോകാൻ നമുക്ക് പൈസ ഇല്ല. അതുകൊണ്ട് ഇവൻ നേരിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവനെ സെലക്ഷനാക്കി അവൻ ജോലിക്ക് ഇപ്പം അവൻ പോയിട്ട് 1 വർഷമായി. അവൻ അവധിക്ക് വന്നതാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് അവന് വന്നത്. അപ്പോൾ ആ വലിയൊരു അനുഗ്രഹം തന്ന എൻ്റെ മാതാവിനും എൻ്റെ യേശുനാഥനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് എൻ്റെ മുട്ടിന് ഭയങ്കര വേദന. എനിക്ക് നേരെ നടക്കത്തില്ല, മുട്ട് മടക്കിയിരിക്കത്തില്ല. ഒരു പ്രാവശ്യം ഞാനിവിടെ വന്നിട്ട് എനിക്ക് മുട്ടേ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ മഴയാഞ്ഞിട്ട് എന്നെ അടുത്തിരുന്ന ആളെന്നെ പിടിച്ചു പൊക്കി എഴുന്നേൽപ്പിച്ചു. പക്ഷേ ഇപ്പോൾ എൻ്റെ ആ മുട്ടിന് വേദന, അത് ഉടമ്പടി തൈലം പുരട്ടി ഉപ്പും കഴിച്ചതിന് ഫലമായിട്ടാണ് എൻ്റെ മുട്ടിന് വേദന മാറിക്കിട്ടിയത്. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ 5:30 അച്ഛൻ്റെ പ്രാർത്ഥന കൂടുന്ന സമയത്ത് ഞാൻ ഇന്ന് നെറ്റിയെ തൈലം പൂശി എൻ്റെ മുട്ടയിലും പുരട്ടി, അങ്ങനെയാണ് എൻ്റെ മുട്ടിന് വേദന പറഞ്ഞത്. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ആ മുട്ടിന് വേദന എന്ന് പറയാനില്ല. പക്ഷേ 2 വർഷമായിട്ട് തുടങ്ങിയായിരുന്നു. ഇപ്പം എനിക്ക് ആ മുട്ടിന് വേദന എന്ന് പറയാനേ ഇല്ല. പിന്നെ എൻ്റെ മകളുടെ കല്യാണക്കാര്യം, 10 കല്യാണം എന്ന് പറഞ്ഞാൽ 10 രൂപ പോലും എടുക്കാനില്ല. പക്ഷേ എല്ലാം ഭംഗിയായി എൻ്റെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉദ്ദേശിക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ നല്ല രീതിയിൽ എൻ്റെ കുഞ്ഞിനെ കെട്ടിച്ചു വിട്ടു. പിന്നെ 1 വർഷമായി കല്യാണം കഴിഞ്ഞ്, 1.5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവിടെ ഇപ്പം അവർക്ക് അവിടെ കല്യാണം കഴിച്ച വീട്ടിൽ അവിടെ ചേട്ടനും ചേട്ടത്തിയുണ്ട്, അവർക്ക് പിള്ളേരില്ല. അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. അപ്പം ഇപ്പോൾ എല്ലാവരും ചോദിക്കാനുണ്ടെങ്കിൽ ഇവർക്ക് എന്നാ പിള്ളേരില്ലാത്ത, കുഞ്ഞുങ്ങളില്ലാത്തതെന്ന് എല്ലാവരും ചോദിക്കാൻ തുടങ്ങിയപ്പോൾ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവർ 1 വർഷം കഴിഞ്ഞ് മതി പിള്ളേർ എന്ന രീതിയിൽ നിന്നിട്ടും ഇവരോട് ചോദിക്കാൻ ഇപ്പം അമ്മയെ അവരങ്ങനെ ചോദിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു, മോനെ, കല്യാണം ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ പ്രാർത്ഥിച്ച അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ മാതാവേ, എൻ്റെ കുഞ്ഞിനെ തരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഇപ്പോൾ അവൾ ഗർഭിണിയാണ്. അപ്പോൾ അമ്മയുടെ കാരുണ്യം അവിടെ എനിക്കുണ്ടായി. പിന്നെ എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. 10 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് സ്ഥലവും വീടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങളുടെ പോയതാണ്. പക്ഷേ എൻ്റെ കുഞ്ഞ് ജോലിക്ക് പോയി അവൻ്റെ ശമ്പളം കിട്ടിക്കഴിഞ്ഞ പിന്നെ ഞാൻ 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചു. അത് അമ്മയോട് ഞാൻ എൻ്റെ ഈ ജപമാല റാലിയിൽ പങ്കെടുത്തായിരുന്നു. അന്നോട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ തിരിച്ച് വീട്ടിൽ വരുന്നതിന് മുമ്പ് അമ്മ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. പക്ഷേ ഞാൻ പിറ്റേ ദിവസം തന്നെ എനിക്ക് സ്ഥലത്തിനുള്ള അഡ്വാൻസ് ഞാൻ കൊടുക്കേണ്ടി വന്നു. ഒരാൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, 5 സെൻറ്റ് സ്ഥലം കൊടുക്കാനുണ്ട്, നോക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വില ഞങ്ങൾക്ക് ആ സ്ഥലം കിട്ടി.
മിനിഞ്ഞാന്നായിരുന്നു ഞങ്ങളുടെ സ്ഥലത്തിൻ്റെ ആധാരം നടന്നത്. എൻ്റെ അമ്മ മാതാവ് എൻ്റെ യേശുനാഥനും തന്ന അനുഗ്രഹങ്ങൾ മാത്രം. ഞാൻ എവിടെ വേണേലും ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാശ് രൂപമുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ കുഞ്ഞുമക്കളുണ്ട്. മൂത്ത മകൾക്ക് 2 കുഞ്ഞുമക്കളുണ്ട്. അവർക്കും എന്തെങ്കിലും ജലദോഷമോ പനിയോ എന്തെങ്കിലും വന്നാൽ ഞാൻ പറയും, ഞാൻ ഉപ്പിടും തേനും ഉപ്പും എല്ലാം കാശ് രൂപം എല്ലാം അവർക്ക് എല്ലാവർക്കും കൊണ്ട് കൊടുക്കും. ഞാൻ പറഞ്ഞു, മോനെ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ആദ്യമേ ഞാൻ പറയും, മോനെ ഉപ്പ് എടുത്ത് തന്നെ വിശ്വാസപ്രമാണം. അവർക്ക് പിള്ളേരെ വരെ അവൾ വിശ്വാസപ്രമാണം അവൾ പറഞ്ഞു പഠിപ്പിക്കും. അതുപോലെ തന്നെ എൻ്റെ വീട്ടിലെ എല്ലാവരും ഇപ്പം അമ്മ മാതാവിന് യേശുനാഥൻ്റെയും രാവിലെ പ്രാർത്ഥിക്കും. ഞാൻ സമയത്ത് എൻ്റെ ചേട്ടൻ പോലും ഭയങ്കര ഹിന്ദു വിശ്വാസിയായിരുന്നു. എൻ്റെ ചേട്ടൻ പോലും ഞാൻ കൂടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ വന്നിരിക്കും. എൻ്റെ കുഞ്ഞാണ്, എൻ്റെ മോന്, അവൻ്റെ കാര്യങ്ങൾ അവൻ പറയും. എൻ്റെ പേര് അനന്തു. ഞാൻ ഇൻസ്ട്രുമെൻ്റ് എഞ്ചിനീയറാണ്. ഞാൻ 2022 എഞ്ചിനീയറിംഗ് പാസ്സാവുന്നത്. അത് കഴിഞ്ഞ് 2 വർഷത്തോളം ഞാൻ ഇന്ത്യയിൽ തന്നെ വർക്ക് ചെയ്ത്. പക്ഷേ എൻ്റെ എയിം തന്നെ എങ്ങനെയെങ്കിലും ഗൾഫിൽ പോവുക, പൈസ ഉണ്ടാക്കുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ ഇൻ്റർവ്യൂകളൊന്നും വരുന്നില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ പെട്ടെന്നൊരു മൾട്ടിനാഷണൽ കമ്പനി ഇൻ്റർവ്യൂ വന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ പോയാൽ കിട്ടും എന്നുള്ളൊരു ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. ഞാൻ അങ്ങനെ എറണാകുളത്ത് ഇൻ്റർവ്യൂ പോയി. ഞാൻ മൊത്തം 10 പേര്, മൊത്തം 10-20 പേര് ഇരിപ്പുണ്ട്. അതിനകത്ത് സെക്ഷനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുക. ആദ്യൊരു 10 പേരെ വിളിച്ച്, ഞാനിരിക്കുന്നത് 9ാമത്തെ സീറ്റിലാണ് ഇരിക്കുന്നത്. അങ്ങനെ 8 പേര് ഇൻ്റർവ്യൂ കഴിഞ്ഞു. ആരൊക്കെയോ പാസ്സായി, ആരൊക്കെയോ ഫെയിലായി, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ സെക്ഷൻ വന്ന് തൊട്ട് 8ാമത്തെ ആൾ വിളിച്ചപ്പോഴത്തേന് എനിക്ക് പെട്ടെന്ന് ടെൻഷനായി. ഭയങ്കര വിറയ്ക്കുന്നു, എന്താണെന്നറിയത്തില്ല, ഭയങ്കരമായൊരു സിറ്റുവേഷനായി. അപ്പോൾ അടുത്ത എന്നെ വിളിച്ചു, എൻ്റെ പേര് വിളിച്ച് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. അങ്ങനെ എൻ്റെ കഴിഞ്ഞ് പൊക്കോളം പറഞ്ഞു, വെയിറ്റ് ലിസ്റ്റാണെന്നും പറഞ്ഞു. പക്ഷേ അപ്പോഴെനിക്ക് മനസ്സിലായി കിട്ടത്തില്ലെന്ന്. ഞാനത് ഉപേക്ഷിച്ച് പോയി. അങ്ങനെ 3-4 മാസം പിന്നെയും വീട്ടിൽ ഇരുന്നു. അത് കഴിഞ്ഞ് വേറൊരു ഇൻ്റർവ്യൂ വന്നു, ഖത്തറിലോട്ടുള്ള. അതിൻ്റെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ അത് 5 വർഷം കോൺട്രാക്റ്റ് ഉണ്ട്. എൻ്റെ ഓരോ സീനിയേഴ്സ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ പറയുന്നു, എടാ വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ മാത്രം അവിടെ വന്നാൽ മതി, അത്രയും ബെറ്റർ കമ്പനി അല്ല, നീ വേറെ കിട്ടിയില്ലെങ്കിൽ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാനവിടെ പാസ്പോർട്ടും കൊടുത്ത് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. പക്ഷേ അവർ വിളിക്കുന്നില്ല, വിസ വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വിളിക്കുന്നേ ഇല്ല. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരുന്ന സമയത്ത്, പക്ഷേ ഞാൻ ആദ്യം പോയ കമ്പനി അടിപൊളി കമ്പനിയായിരുന്നു. എൻ്റെ സീനിയേഴ്സ് വർക്കിംഗ് ചെയ്യുന്നുണ്ട്, അവരെല്ലാം പറഞ്ഞിട്ട് ബെറ്റർ കമ്പനിയാണ്, ഇവിടെ വന്നു കഴിഞ്ഞാൽ നിനക്ക് ഗ്രോത്ത് ഉണ്ട്, സോ നീ നോക്കെന്ന് പറഞ്ഞു. പക്ഷേ ആ കമ്പനി കിട്ടിയില്ല. സെക്കൻഡ് കമ്പനിയിൽ പോയിട്ടും കാര്യമില്ല, പക്ഷേ ഞാൻ കൊടുത്തു. ഇങ്ങനെ ഇരുന്ന സമയത്താണ് ആദ്യത്തെ കമ്പനി പിന്നെയും ഇൻ്റർവ്യൂ വന്നു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് പോയി നോക്കാം. പക്ഷേ പാസ്പോർട്ട് ഓൾറെഡി ഞാൻ 2ാമത്തെ കമ്പനി സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു. ശരിക്കും അങ്ങനെ തരത്തില്ല, അവർ ഓൾറെഡി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ തിരിച്ച് തരത്തില്ല. അതൊരു ഏജൻസിയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ച്, മാഡം തിരിച്ചു തരാമോ ഇങ്ങനെ. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ പറഞ്ഞു, കുഴപ്പമില്ല വെച്ചോ, ഞാൻ വിസ വരുവാണെങ്കിൽ വിളിച്ചോളാം, അതുവരെ പാസ്പോർട്ട് വെച്ചോളാം പറഞ്ഞു. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ പോയി പാസ്പോർട്ട് മേടിച്ച് ഈ കമ്പനി പോയി. ഈ കമ്പനി പോകുമ്പം അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഉടമ്പടിയിൽ അമ്മ എഴുതിയിട്ടുണ്ടായിരുന്നു എൻ്റെ ഗൾഫിൽ പോകുന്ന കാര്യം. അമ്മ ഇപ്പം എൻ്റെ ഒരു പേപ്പറിൽ ഉപ്പും കാശ് രൂപം തന്നിട്ടുണ്ടായിരുന്നു. ഞാനത് പേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ പറഞ്ഞിട്ട്, നീ കയറി ചെല്ലുന്ന സമയത്ത് എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്താണെങ്കിൽ കുറച്ച് ഉപ്പ് ഇങ്ങനെ നിലത്തിട്ടു എന്നിട്ട് നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കുറേ വെയിറ്റിംഗ് റൂമുണ്ട്, ഒരു 10-200 പേര് ഇരിക്കുന്ന കുറേ സീറ്റ് ഇരിക്കുന്ന ഒരു വെയിറ്റിംഗ് റൂമുണ്ട്. അവിടെ പോയിട്ട് എനിക്ക് ആകെപ്പാടെയും നന്മ നിറഞ്ഞു പറയുമ്പോൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ, വേറെ പ്രാർത്ഥനയൊന്നും ശരിക്കും അറിയത്തില്ല. ഞാനത് പ്രാർത്ഥിച്ചിട്ട് കുറച്ച് ഉപ്പെടുത്ത് ഇങ്ങനെ ചെറുതായിട്ടും തൂക്കിയിട്ട് കാശുരൂപം കൈ വിചരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ കൂടുണ്ടായിരിക്കണേ, ഒന്ന് വന്ന് ഫെയിലായതാണ്, ഇനി ഫെയിലായി കഴിഞ്ഞാൽ വേറെ വഴിയൊന്നുമില്ല, ഓൾറെഡി ഉള്ള ജോലിയെല്ലാം കളഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് ഗൾഫിന് പോകാൻ വേണ്ടി, ഇതോടെ കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാകും എന്ന് ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു. അപ്പോൾ ഞാനത് ഈ ലെഫ്റ്റ് സൈഡിൽ പോക്കറ്റിൽ കാശുരൂപ ഇട്ടിട്ട് ഞാൻ കയറി ചെന്നു കഴിഞ്ഞപ്പം മൊത്തം 10 പേരിരിക്കുക. 10 പേരിൽ പഴയ പോലെ തന്നെ 9ാമത്തെ നമ്പർ സീറ്റ് എനിക്ക് കിട്ടി. ബാക്കി മൊത്തം 10 പേര് എൻ്റെ നമ്പർ വന്നു. ഞാൻ ഭയങ്കര അപ്പം കോൺഫിഡൻ്റ് ആയിരുന്നു. ഞാൻ കയറി ചെന്ന് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, ഓക്കെ. പക്ഷേ പുള്ളി കൂടുതൽ ക്വസ്റ്റ്യൻ തന്നെ, ബാക്കിയുള്ളവരോട് നല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, എന്നോട് വലിയ ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല. ജസ്റ്റ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, കുറച്ച് സേഫ്റ്റി ക്വസ്റ്റ്യൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ പുള്ളി ഓക്കെ യു സെലക്റ്റഡ് എന്ന് സൈൻ ഇട്ടു. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ പോയ 10 പേരിലും 4 പേരെ സെലക്ട് ആയിട്ടുള്ളൂ, 6 പേര് അപ്പോഴും ഫെയിലാണ്. അതും എനിക്കൊരു അത്ഭുതം തന്നെയായിരുന്നു.
എൻ്റെ കയ്യിൽ അന്ന് കാശ് രൂപ ഇല്ലായിരുന്നെങ്കിൽ അതും ഫെയിലായിരുന്നു ഞാനന്ന്. പക്ഷേ എന്തോ ഒരു അത്ഭുതം അന്നുണ്ടായി, ഞാൻ രക്ഷപ്പെട്ടു അവിടുന്ന്. മീൻസ് ഇവിടെ മാത്രമല്ല എനിക്ക് ഇൻ്റർവ്യൂ, എനിക്ക് മെഡിക്കലും കഴിഞ്ഞു, വിസ എല്ലാം കിട്ടി ഞാൻ അബുദാബി ചെന്നു. അവിടെ ഞങ്ങൾക്ക് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ഇവിടുത്തെ ഇൻ്റർവ്യൂ മാത്രമല്ല, അവിടെ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ ഉണ്ട്. ആ ക്ലയൻറ്റ് ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ ഞങ്ങൾക്ക് അവിടെ ഓതറൈസേഷൻ വർക്ക് എടുത്ത് ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടത്തുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോഴും അതൊരു പ്രശ്നമാണ്. അവിടെ ചെന്ന് ഞങ്ങൾ 7 പേരാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ബാക്കി 6 പേരോട് ചോദിച്ച് എന്നോട് വന്നപ്പോൾ എല്ലായിട്ട് കോർ ക്വസ്റ്റ്യൻ ചോദിച്ചൊന്നുമില്ല. എന്നോട് കുറച്ച് സേഫ്റ്റി ക്വസ്റ്റ്യൻസും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് പിന്നെ കുറച്ച് ടാസ്ക് വന്നു ചെക്ക് ചെയ്യാനൊക്കെ. അതെല്ലാം ഈസി ആയിരുന്നു. അതെല്ലാം ചെയ്തതും പാസ്സായി. ഒറ്റ അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. ടോട്ടൽ 3 അറ്റംപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അങ്ങനെ ഓതറൈസേഷനും കിട്ടി, ജോലിക്ക് ജോയിൻ ചെയ്തു. ഇതാണ് എൻ്റെ ഒരു അത്ഭുതം. ഈ ഒരു അത്ഭുതം തന്നെ ഒരു ഫ്രണ്ടിന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ടോട്ടൽ 3 അറ്റംപ്റ്റാണ് ഉള്ളത്. 3 അറ്റംപ്റ്റും പാസ്സായില്ലെങ്കിൽ ഞങ്ങൾ അവിടുന്ന് റിജക്റ്റ് ചെയ്യും, തിരിച്ച് നാട്ടിലോട്ട് അയക്കും. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, പാലക്കാടുകാരനാണ്, പേരും പറയുന്നില്ല. അവന് 3 അറ്റംപ്റ്റും ഫെയിലായി. അവന് ഇനി നാട്ടിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു എടാ ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന്. അപ്പം അവൻ എന്നോട് എന്ന് പറഞ്ഞു, എടാ എന്താ ചെയ്യുക, ഒരു രക്ഷയിൽ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞാൽ നാണക്കേട് വന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ പോക്കറ്റിൽ, എൻ്റെ പേഴ്സിൽ ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ടൊരു ഉപ്പും കാശ് രൂപ എപ്പോഴും പോക്കറ്റ് വെച്ചിട്ടുണ്ട്. ഞാനെടുത്തത് അവൻ്റെ പോക്കറ്റിൽ ലെഫ്റ്റ് സൈഡ് പോക്കറ്റ് വെച്ച് പറഞ്ഞു, എടാ നീ ഇനി ഇതും കൊണ്ട് പോകും, ഇനി നീ നോക്കുക, നിന്നോടും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ അവന് ക്വസ്റ്റ്യനും എല്ലാം അറിയാം, ആൻസർ എല്ലാം അറിയാം. പക്ഷേ അവന് വെപ്രാളാണ്, ബബ്ബാന്ന് വെച്ചുകൊണ്ടിരിക്കും, ഭയങ്കര വെപ്രാളാണ്. അതാണ് പ്രശ്നം. അവനതുകൊണ്ട് ഇൻ്റർവ്യൂ പോയി, അവന് പാസ്സായി കഴിഞ്ഞിട്ട് അവനോട് പറഞ്ഞു, നീ എന്താ എനിക്ക് തന്നേന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. എന്താ നീ തന്നത്, അതെനിക്കും വേണമെന്ന് പറഞ്ഞു. എത്ര പൈസ കൊണ്ട് തരാൻ പറഞ്ഞു. ഞാൻ പൈസ അല്ലടാ, അതൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ കാര്യം പറഞ്ഞെടുത്തു. അവൻ പറഞ്ഞു, തിരിച്ച് നീ നാട്ടിൽ പോയി ലീവിന് വന്നാണ്, തിരിച്ച് നീ വരുമ്പോൾ എനിക്കും ഇതുപോലെ ഒരെണ്ണം തരണം, എത്ര പൈസ കുഴപ്പമില്ല, ആ പൈസ ഒന്നുമില്ല, ഞാൻ കൊണ്ട് തരാടാന്ന് പറഞ്ഞു. ഇതാണ് എൻ്റെ ലൈഫിൽ നടന്ന അത്ഭുതമാണ്. മാതാവിനോട് എന്തെങ്കിലും ഞാൻ നന്ദി രേഖപ്പെടുത്തും. പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ പത്രങ്ങൾ മേടിച്ച് പത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയി തൈലം, എല്ലാ പത്രത്തിലും ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഓരോ വീടുകളിലും കയറി ഇറങ്ങി. ഞാൻ കൊടുത്ത ആരും ഇതുവരെ പത്രം വേണ്ട എന്ന് നിരസിച്ചിട്ടില്ല. എല്ലാവരും ഞാൻ പ്രാർത്ഥിച്ച മാതാവേ, ഞാൻ കൊടുക്കുന്ന ഈ പത്രം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്കേലും രോഗസൗഖ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അധികം സഹായിക്കാനോ സാമ്പത്തികമായിട്ട് സഹായിക്കില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എന്നെ സഹായം ചോദിക്കുന്ന വരുന്നിടത്ത് ഞാൻ തേടിപ്പിടിച്ച് ചെല്ലാനില്ല, എനിക്ക് അതിനുള്ള ഇല്ല. അതുകൊണ്ട് ആര് സഹായം ചോദിച്ചാലും ഇല്ല എന്ന് ആരും ഞാൻ പറഞ്ഞു വിട്ടിട്ടില്ല. പിന്നെ ആശുപത്രിയിൽ ഞാൻ ചോറും പൊതി ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കാൻ എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ വാങ്ങിച്ച് പോകുന്ന സമയങ്ങളെല്ലാം ചോറ് പൊതി വാങ്ങിച്ച് പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിക്ക് ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചന് ക്യാൻസറുള്ള അപ്പച്ചൻ്റെ അടുത്ത് ഞാൻ ഇടയ്ക്ക് പോവുകയും അപ്പച്ചന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എൻ്റെ അമ്മ മാതാവിനും യേശുവിനും കോടാനുകോടി നന്ദി. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്നാ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാൾ. ഇപ്പോൾ എൻ്റെ ആ ദേഷ്യം മാറിപ്പോൾ എന്നെ എല്ലാവരോടും സൗമനസ്യത്തോടെ ഇടപെടാനും ഒക്കെ ഉള്ള ഒരു പ്രത്യേക അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും കൊന്ത വായിക്കും. ഒരു രാവിലെ കൊന്ത ചൊല്ലും, വൈകുന്നേരം കൊന്ത ചൊല്ലും, ബൈബിൾ വായിക്കും. അച്ഛൻ്റെ ടോക്ക് ഞാൻ എല്ലാ ദിവസവും, പിന്നെ നമ്മുടെ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഞാനൊരു 3-4 വേലും എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ചൊവ്വാഴ്ചകളിൽ ഈ പ്രാർത്ഥന സമയത്ത്, അച്ഛൻ്റെ പ്രാർത്ഥന സമയത്ത് എന്നെ ഫോൺ വിളിക്കുക, ആരും ഫോൺ വിളിക്കുന്ന പോലെ എനിക്ക് ദേഷ്യമാണ്. ഞാൻ സൈലൻ്റ് ആക്കി വെച്ചിട്ടാണ് ഞാൻ അച്ഛൻ്റെ പ്രാർത്ഥന കൂടാറുള്ളത്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഇനിയും എൻ്റെ കുടുംബത്തെ അമ്മ കാത്തോളണേ എന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. സങ്കീർത്തനം 139 5-ാം വചനമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്, പിന്നിലും മുന്നിലും, കഴിഞ്ഞ കാലത്തിലും വരാനിരിക്കുന്ന കാലത്തിലും എല്ലാം അറിയുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹങ്ങളുമാണ് നാം ഓരോ ദിവസവും ഇവിടെ വരുന്ന ഓരോ സാക്ഷ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ആരുമില്ലാത്ത തോന്നലുണ്ടാവാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമോ ആശങ്കയോ ആവാം, ജീവിതത്തിലെ നിയന്ത്രണം നഷ്ടപ്പെട്ടെന്ന് തോന്നുമ്പോഴോ എല്ലാം കൈവിട്ട് പോകുമ്പോഴും ആ നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ കാവൽ നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ പിടിച്ചു നിർത്തുന്നു. ഉടമ്പടി ദൈവത്തോടുള്ള ഒരു വലിയ ആത്മീയ ബന്ധമാണ്, വിശ്വാസ ബന്ധമാണ്. അത് ശക്തിപ്പെടുത്തുന്നത് ഈശോയും അമ്മയും കൂടെ നിന്നാണ്. ഉടമ്പടി വിശ്വാസത്തോടെ വിശ്വസ്തയോടെ ജീവിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം
അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ളൊരു വലിയൊരു ദൈവാനുഭവത്തിൻ്റെ സാക്ഷ്യമാണ് അമ്പിളി മോഹനൻ എന്ന സഹോദരി നമ്മളോട് പങ്കുവച്ചത്. ജീവിതത്തിൽ നമുക്ക് അസാധ്യമാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കി കൊടുക്കുന്ന അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. നമുക്ക് ഒരു വഴി അറിയില്ലാതാവുമ്പോൾ ഈശോ മറ്റുള്ളവരിലേക്കാണ് വഴി പറഞ്ഞു കൊടുക്കുന്നത്, അവരെ ചെന്ന് സഹായിക്കാൻ, അവരുടെ കൂടെ നിൽക്കാൻ. അങ്ങനെയുള്ളൊരു ബന്ധമാണ് അവരുടെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും നല്ല ഒരു കുടുംബ ബന്ധം, അതും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു ബന്ധമാണ്. അങ്ങനെയാണ് ഈ കാര്യങ്ങൾ. ഉടമ്പടി എടുത്തു കഴിഞ്ഞാലും ഒന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. മുൻപിലും പിൻപിലും നടക്കുന്ന നമുക്ക് കാവൽ നിൽക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. നമ്മളെ സംരക്ഷിക്കുന്ന ഒരമ്മയാണ് കൃപാസനത്തിലുള്ളത്. കൃപാസനം അമ്മയുടെ സംരക്ഷണത്തിലൂടെ, കൃപാസനം അമ്മയുടെ മധ്യസ്ഥതയിലൂടെയാണ് നമുക്കൊന്നും ഭയക്കാതെ കാവൽ നിൽക്കുന്ന ഈശോയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് നയിക്കാനുള്ള ആ ധൈര്യവും ശക്തിയും നൽകുന്നത് ഉടമ്പടിയിൽ കൂടെയാണ്. നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം വിശ്വാസത്തോടെ, വിശ്വസ്തയോടെ മുന്നോട്ട് നയിക്കാം. ദൈവത്തിൻ്റെ നമുക്ക് വിശ്വസ്തയോടെ ജീവിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിനായിട്ടും അമ്മയുടെ മാധ്യസ്ഥത്തിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതാണ് ഉടമ്പടി. ഈശോയും അമ്മയും നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ നിലനിൽക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അമ്പിളി മോഹനും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി. യേശുവേ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.